നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഒരു വെള്ളം ദാഹിച്ചിട്ട് വയ്യ, കുറച്ച് വെള്ളം കുടിക്കട്ടെ. അത് വെള്ളമല്ല, നീ ഇതെടുത്ത് കുടിച്ചാലേ ഞങ്ങൾ ഇതിനെ ചുമന്നുകൊണ്ട് പോകേണ്ടി വരും. ഓ മാറിപ്പോയോ? എന്തെങ്കിലും ആവട്ടെ, നല്ല വിശപ്പുണ്ട്. കാര്യം അമ്മാര് ഭയങ്കര മരുന്നടിയായിരുന്നല്ലോ. ഇവിടെ ആരെയും കാണാനില്ലല്ലോ. വൃന്ദ, 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 വൃന്ദ ഇവിടെ ഇല്ലേ? അമ്മാര് വൃന്ദ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയോ? വേറെ എവിടെ കൊണ്ടുപോകാനോ? ഈ ലൊക്കേഷനല്ല അവർ അയച്ചു തന്നത്. ഈ സെറ്റപ്പ് കണ്ടിട്ടേ അവന്മാർ ഇവിടുന്ന് പോവാൻ ചാൻസ് ഇല്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? അവന്മാർ ഇത് ഫിനിഷ് ചെയ്തിട്ടില്ലല്ലോ. എന്തോ പ്രശ്നമുണ്ടല്ലോ. വൃന്ദ ഇവിടെ ഇല്ല, അവന്മാരും എവിടെയോ പോയി. ആ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫോണിൽ വിളിച്ചു നോക്കാം. വിളിക്ക് പ്ലീസ്. അവിടെ നിൽക്കുന്നേ, വാ പോയി നോക്കാം. നമ്മളെ കണ്ടവന്മാര് മാറിയതാ. എന്തോ ചതിയുണ്ട്, സൂക്ഷിക്കണം. എന്തായാലും നോക്കാം, നിങ്ങൾ വാ വാ. പതുക്കെ പതുക്കെ പതുക്കെ. മിണ്ടല്ലേ. വേണ്ടായിരുന്നു എന്റെ ദൈവമേ. ഈ അമ്മാരെ കാടിച്ച് ഫിറ്റ് അടി കിടക്കുക, നാവ് കുഴഞ്ഞുപോയി. എന്താ ഇവന്മാർ പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. നമ്മൾ ആരവനെ കൊണ്ടുവന്നോന്നായിരിക്കും അവര് ചോദിക്കുന്നത്. ഇവന്മാരിങ്ങനെ കിടക്കട്ടെ, നമുക്ക് വൃന്ദയല്ലേ വേണ്ടത്. വാ എണ്ണിക്കിടാ അങ്ങോട്ട്. ഞങ്ങളുടെ വൃന്ദ എവിടെടാ? പറയടാ, വൃന്ദ എവിടെയെന്ന്. വൃന്ദ എവിടെ? സത്യം പറയടാ, വൃന്ദ എവിടെ? നീയൊക്കെ ഫോണിൽ കൂടെ ഭയങ്കര ഡയലോഗ് അടിയായിരുന്നല്ലോ. ഇപ്പൊ നാവില് പറയടാ, പറയടാ. അവളുടെ വൃന്ദ എവിടെയെന്ന്. അവൾ എവിടെയാന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഒക്കെ പല്ലടിച്ച് കൊഴിക്കും ഞാൻ. ഒന്നും ചെയ്യല്ലേ, ഒരുത്തം വന്ന് അവളെ എങ്ങോട്ടോ കൊണ്ടുപോയി. ആര് ആര് കൊണ്ടുപോയി? പറയടാ. അറിയില്ല, അവനെ ഞങ്ങളെയൊക്കെ ആക്രമിച്ചത്. അവൻ അവളെ കൊണ്ടുപോയി. ഞങ്ങൾ വരുന്നതിന് മുൻപേ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ അല്ലേ? ഞങ്ങളോട് മുട്ടിയാലേ ഇതായിരിക്കും അവസ്ഥ, മനസ്സിലായല്ലോ? നിനക്ക് ആരവിനെ വേണോ അല്ലേടാ? വഴി കൂടെ പോന്ന പെമ്പിളാരെ നീയൊക്കെ തട്ടിക്കൊണ്ടുപോകും അല്ലേ? വിശക്കുമ്പോ തിന്നോട്ടാ. അവന്മാരെ ആരോ ശരിക്കും പെരുമാറിയിട്ടുണ്ടല്ലോ. നമ്മുടെ ആവശ്യം വേണ്ടി വന്നില്ല, പക്ഷെ അതിനു മുമ്പ് മറ്റാരോ ചെയ്തു കളഞ്ഞു. ഒരവസരം നഷ്ടപ്പെട്ടു പോയി. ഇവിടെ എന്താ ശരിക്കും സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. വൃന്ദ ഇവിടെ ആരാ രക്ഷിച്ചോണ്ട് പോയെ? അവളുടെ ഫോൺ നമ്മുടെ കയ്യിലായതുകൊണ്ട് കോണ്ടാക്ട് ചെയ്യാനും പറ്റില്ല. ഹോസ്റ്റലിൽ കയറാനുള്ള സമയം കഴിഞ്ഞു. വൃന്ദ ഇല്ലാതെ നമ്മൾ എങ്ങനെ ഹോസ്റ്റലിൽ പോവും? വൃന്ദ ഇല്ലാതെ നമുക്ക് ഹോസ്റ്റലിൽ പോകാൻ പറ്റില്ല. വൃന്ദ എവിടെയും ചോദിച്ചാ നമുക്ക് മറുപടി പറയാനില്ല. അത് മാത്രമല്ല, അവളിങ്ങനെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് നമുക്ക് ഹോസ്റ്റലിൽ കയറാൻ പറ്റുമോ? ടെൻഷനായല്ലോ ദൈവമേ. നമ്മളെ കാണാനില്ല എന്ന് പറഞ്ഞ് റീനമ്മ പോലീസ് വല്ലതും അറിയിക്കൂ. വൃന്ദ ആരാ കൊണ്ടുവന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അവക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഇക്കാര്യത്തിൽ ഇത്രയും തലപുകഞ്ഞാലോചിക്കാൻ എന്തിരിക്കുന്നു? ഇവന്മാരൊക്കെ ഈ വിധത്തിൽ പഞ്ഞിക്കിടണമെങ്കിൽ അത് ഒരാളെ കൊണ്ടേ പറ്റൂ. അതാര്? അതാരാ? ആര്? ആര്? ആരവ്. ആരവ്? ആരവോ?
അവനിവിടെ വന്നോ? ആരവ് ഇവിടെ വന്നിട്ടുണ്ടാവാം. അവനായിരിക്കാം വൃന്ദയെ രക്ഷിച്ചുകൊണ്ട് പോയത്. അങ്ങനെയാണെങ്കിൽ വൃന്ദ ആരവിനെ കൊണ്ട് ഹോസ്റ്റലിൽ ചെല്ലാനാ സാധ്യത. അത് ശരിയാ, അവളും ആരവും കൂടെ ഹോസ്റ്റലിൽ എത്തിക്കാണും. എന്നാ നമുക്ക് ഹോസ്റ്റലിലേക്ക് പോവാം. വണ്ടി എടുക്ക്. പോ. എന്തടാ, എന്തുപറ്റി? വഴി തെറ്റിയെന്ന് തോന്നുന്നു. ഈ റൂട്ടിലല്ലേ നമ്മൾ വന്നത്? വഴി തെറ്റിയെങ്കിലേ നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് പോവാം. ഒരു മിനിറ്റ് നോക്ക്. പോലീസ് നമ്മളെ സംശയിക്കും. വണ്ടി എടുക്ക് പെണ്ണേ. തുറക്കുവാ. ലൈറ്റ് ഓൺ ചെയ്. നിങ്ങളായിരുന്നു? അതെ സാർ, ഞങ്ങളാ. സാറിന് പരിചയമുള്ള ആളുകളാ, മനസ്സിലായില്ലേ? ഓ ഹോ 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 ഹോ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. അല്ല, ഈ സമയത്ത് എന്തിനാ നിങ്ങൾ ഇവിടെ കറങ്ങി നടക്കുന്നത്? ഈ ഭാഗത്തെന്താ? ഞങ്ങളൊരു സിനിമയ്ക്ക് പോയതാ. ഈ ഭാഗത്ത് സിനിമാ തിയേറ്റർ ഒന്നും ഇല്ല സാറേ. ഈ ഭാഗത്ത് തിയേറ്ററില്ല. ഞങ്ങൾക്ക് വഴി തെറ്റിയതാ സാർ. ഓ അതെ സാർ, ദേ തിരിച്ചു പോവാൻ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇടുവായിരുന്നു. ഇന്നസെന്റ് പാവങ്ങൾ. അല്ല, ഈ രാത്രിയില് സിനിമയും കറക്കൊക്കെ ഹോസ്റ്റലിൽ അലോഡ് ആണോ? വാർഡന്റെ പെർമിഷൻ ഉണ്ട് സർ. ഓ, നിങ്ങളുടെ വാർഡൻ എത്ര നല്ലൊരു സ്ത്രീയാ. അല്ല, ഇതുപോലെ പെമ്പിള്ളേരെ വഴിതെറ്റിക്കുന്ന ഒരു വാർഡനെ ഞാൻ കണ്ടിട്ടില്ല. ഇടോ, ഞങ്ങളൊക്കെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കാലത്തെ 7 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ഹോസ്റ്റലിൽ കയറിക്കോണം. അതിനുശേഷം വന്ന് മതിൽ ചാടിയ വാടൻ കാലും കൈയും തല്ലി ഒടിച്ച് പട്ടിണിക്കിടുമായിരുന്നു കേട്ടോ. അതൊക്കെ മെൻസ് ഹോസ്റ്റലിലെ കാര്യല്ലേ സാർ? വിമൻസ് ആയാലുള്ളൊരു ഭാഗ്യം അല്ലേ? പൊയ്ക്കോ പൊയ്ക്കോ, വഴി തെറ്റാതെ പൊയ്ക്കോ. ശരി, മാറിക്കോളാം. പോവാൻ വരട്ടെ. എന്താ സർ? അല്ല, നിങ്ങൾ 5 പേരില്ലേ? അല്ല, ഞങ്ങളിപ്പോ 4 പേരേ ഉള്ളൂ സാർ. അതില് ഒരാളവിടെ വെറുഷി. എന്നാ പിന്നെ അകത്തോടെ ഇരിക്കും. മാറിക്കോളൂ. സോറി സാർ. അവൾ ഇന്ന് ഞങ്ങളുടെ വന്നില്ല സർ. അതെന്താ? അവക്ക് സിനിമ കാണണ്ടായിരുന്നോ? അത് അവക്ക് പനിയാ സർ. ഹോസ്റ്റലിൽ റെസ്റ്റ് എടുക്ക. എന്നാ പിന്നെ കറങ്ങി നടക്കാതെ 4 പേരും വേഗം ഹോസ്റ്റൽ പിടിക്കാൻ നോക്ക്. രക്ഷപ്പെട്ടു. വേഗം വണ്ടി എടുക്കണം. താങ്ക് യു സർ. സ്വീറ്റ് ഡ്രീം സാർ. ഓക്കെ, പോവാം.